Hallelujah. Once again, let us come back to our subject. ഒരിക്കൽ കൂടെ നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. New creature. പുതിയ സൃഷ്ടി. Turning to book of Ezekiel, chapter 1, verse 4 and 5. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 4-5 വാക്യങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ വടക്കു നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന് തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. And I looked, and behold, a whirlwind came out of the north, a great cloud, and a fire enfolding itself, and a brightness was about it, and out of the midst thereof, as the color of amber, out of the midst of the fire, and also out of the midst thereof came the likeness of 4 living creatures, and this was their appearance. They had the likeness of a man. Praise be to his holy name. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് സ്തോത്രം. Here we can read about 5 things. ഇവിടെ 5 കാര്യങ്ങളെ പറ്റി നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. A wild wind from north. വടക്ക് നിന്നൊരു വലിയൊരു കൊടുങ്കാറ്റ്. First thing, north side. ഒന്നാമതായി വടക്ക് ഭാഗം. And from north side, wild wind. വടക്ക് നിന്നും ഒരു കൊടുങ്കാറ്റ് കടന്നു വരുന്നു. That is the second thing. അതാകുന്നു രണ്ടാമത്തെ കാര്യം. Thirdly, great cloud. മൂന്നാമതായി വലിയൊരു മേഘം. And fourthly, fire enfolding itself. നാലാമതായി പാളിക്കത്തുന്ന തീ. Fifth, color of amber. അഞ്ചാമതായി ശുക്ലസ്വർണ്ണത്തെ പോലെയുള്ള നിറം. Out of the midst of thereof came likeness of 4 living creatures. അതിന്റെ നടുവിൽ നിന്നും 4 ജീവികളുടെ സദൃശ്യവും കണ്ടു. In our last Bible study, I have told 4 creatures, that is 4 phases we have to get in our life when we get into perfection. കഴിഞ്ഞ വേദപഠന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ 4 ജീവികൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമാക്കപ്പെടേണ്ട 4 ഭാഗങ്ങളെ പറ്റി പറയുന്നു. In New Testament we get 4 types of perfection. പുതിയ നിയമകാലത്തിൽ 4 രീതിയിലുള്ള പൂർണ്ണതയെ പറ്റി നാം പഠിക്കുന്നു. All these 4 types of perfection in new creature, in the beginning itself, it must start birth and growing in us. ഈ 4 വിധമായ പൂർണ്ണതയെ പറ്റി സൃഷ്ടിയുടെ ആദ്യത്തിൽ തന്നെ പുതിയ സൃഷ്ടിയാകുമ്പോൾ തന്നെ നാം പഠിക്കേണ്ടതാകുന്നു. It must born when we born again. അത് നാം പുതുതായി ജനിക്കുമ്പോൾ ആ 4 ഭാഗങ്ങളും നമ്മുടെ ഉള്ളിൽ ജനിക്കണം. That must grow and become perfect. അത് വളർന്ന് പൂർണ്ണമാകണം. All of a sudden one day we will not get. പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് നാം പൂർണ്ണരാകുവാൻ സാധ്യമല്ല. Faith, വിശ്വാസം, love of God, ദൈവത്തിന്റെ സ്നേഹം, doing the will of God, ദൈവത്തിന്റെ ഹിതം ചെയ്യുക, suffering for God, ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക. These 4 things that should born when we born as a new creature. ഇതെല്ലാം നാം പുതിയ സൃഷ്ടിയായി ജനിക്കുമ്പോൾ തന്നെ നമ്മിൽ ജനിക്കണം. Otherwise our life will be struggling. ഇല്ലായെങ്കിൽ നമ്മുടെ ജീവിതം കഷ്ടമുള്ളതാകും. But day after day that must grow. Finally it will come to the perfection. ദിനംതോറും അത് വളർന്നുകൊണ്ടേയിരിക്കണം. ഒരു ദിവസം അത് പൂർണ്ണതയിലേക്ക് എത്തിപ്പെടും. If we don't have these characters in the beginning itself, we will be very much struggle to get in between. ആദ്യം മുതലേ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ല എങ്കിൽ നാം ആ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വളരെ കഷ്ടം അനുഭവിക്കേണ്ടി വരും. About New Testament, Ezekiel saw this vision. പുതിയ നിയമത്തെ പറ്റി എസെക്കിയേൽ പ്രവാചകൻ ഈ ദർശനം കാണുകയുണ്ടായി. Out of the midst of thereof came likeness of 4 living creatures. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സദൃശ്യം കണ്ടു. Or from out of these 5 things, these 4 things born. ഇല്ലായെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ നിന്നും ഈ 4 കാര്യങ്ങൾ ജനിക്കുകയുണ്ടായി. About 3 things I explained before. 3 കാര്യങ്ങളെ പറ്റി ഞാൻ മുൻപ് വിവരിച്ചു പറഞ്ഞു. What is meant by north side? വടക്ക് ദിശ എന്ന് പറയുന്നാൽ എന്താകുന്നു? Kingdom of God. ദൈവത്തിന്റെ രാജ്യത്തെ കാണിക്കുന്നു. Our birth comes from kingdom of God. നമ്മുടെ ജനനം ദൈവരാജ്യത്തിൽ നിന്നുമാകുന്നു വരുന്നത്. From Zion itself. സിയോനിൽ നിന്ന് തന്നെ. From our God the Father. പിതാവാം ദൈവത്തിങ്കൽ നിന്നു. He has given birth. അവനാകുന്നു നമുക്ക് ജന്മം നൽകിയത്. This spiritual birth, it is not by ourselves. ഈ ആത്മീക ജനനം എന്ന് പറയുന്നത് നമ്മൾ കാണപ്പെട്ടതല്ല. We never like to live this life. ഈ ജീവിതം വിടുവാൻ നമുക്ക് യാതൊരു ആഗ്രഹവുമില്ല. We never had this desire. നമുക്ക് യാതൊരു ആഗ്രഹവും ഇപ്രകാരമില്ലായിരുന്നു. But God created the desire. എങ്കിലുമോ ദൈവം ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ സൃഷ്ടിച്ചു. He revealed that grace. അവൻ ആ കൃപ നമ്മോട് വെളിപ്പെടുത്തി. Through that grace we received salvation. ആ കൃപയാൽ നാം രക്ഷയും പ്രാപിച്ചു. From north side we received this great salvation. വടക്ക് നിന്നും നാം ഈ വലിയ രക്ഷ പ്രാപിക്കുകയും ചെയ്തു. Or from Zion it came directly to us. ഇല്ലായെങ്കിൽ സിയോനിൽ നിന്നും നേരായി നമുക്ക് കടന്നു ആ രക്ഷ നമുക്ക് കടന്നു വന്നു. No one can boast. It is not a human thing. It is purely God's favor.
അത് മനുഷ്യനാൽ കടന്നു വന്നാൽ അങ്ങനെ ആർക്കും പ്രശംസിക്കുവാൻ കഴിയുകയില്ല. അത് ദൈവത്തിൽ നിന്നും കടന്നു വന്നതാകുന്നു. We have to grateful to the Lord for this great salvation. ഈ വലിയ രക്ഷയ്ക്കായി നാം ദൈവത്തോട് നന്ദിയുള്ളവരായി കാണപ്പെടണം. Second, രണ്ടാമതായി whirlwind. കൊടുങ്കാറ്റ്. That speaks about Holy Spirit. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. In the day of Pentecost, as a whirlwind it came. പെന്തക്കോസ്ത് നാളിൽ കൊടിയ കാറ്റ് വരുന്ന പോലെ ഇത് കടന്നു വന്നു. It is from Father. അത് പിതാവാം ദൈവത്തിൽ നിന്ന് It is കടന്നു from വന്നു. His kingdom. അത് തന്റെ രാജ്യത്തിൽ നിന്നാകുന്നു കടന്നു വന്നത്. It is from His treasure house. അത് തന്റെ നിക്ഷേപ ഭണ്ഡാരത്തിൽ നിന്നും കടന്നു വന്നു. What all the works it does be studied. അതേതെല്ലാം പ്രവർത്തികൾ ചെയ്യുന്നുവെന്ന് നാം പഠിക്കുകയുണ്ടായി. Before that, by that there is a birth. അതിൽ നിന്നും നമുക്കൊരു ജനനമുണ്ട്. That birth helps us to get fullness step by step. ആ ജനനം നമ്മെ പടിപടിയായി നാം പൂർണ്ണപ്പെടുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നു. Thirdly, I told about great cloud. മൂന്നാമതായി വലിയ മേഘത്തെ പറ്റി ഞാൻ പറയുകയുണ്ടായി. Great cloud shows different things. ഈ വലിയ മേഘം പല കാര്യങ്ങളെ കാണിക്കുന്നു. Especially it speaks about presence of God. വിശേഷമായി ദൈവത്തിന്റെ സാന്നിധ്യത്തെ പറ്റിയാകുന്നത് കാണിക്കുന്നത്. In the presence of God we got this salvation. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് ഈ രക്ഷ പ്രാപിച്ചു. Thereafter we are growing in that. അതിനുശേഷം നാം അതിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു. Today we will see the fourth thing. ഇന്ന് നാലാമത്തെ കാര്യം നാം കാണുവാൻ പോകുന്നു. Out of fire. അത് തീയിൽ നിന്നും. Fire enfolding itself. ഒരു പ്രകാശം വന്നു. തീയുടെ നടുവിൽ നിന്ന് ഒരു പ്രകാശം തന്നെ വന്നു. Out of the midst of fire it is written. അവിടെ തീയുടെ നടുവിൽ നിന്ന് വന്നു എന്ന് എഴുതിയിരിക്കുന്നു. Yes, these creatures came out from the midst of fire. ഈ ജീവികൾ തീയുടെ നടുവിൽ നിന്നാകുന്നു കടന്നു വന്നത്. Its birth it is from fire. അതിന്റെ ജനനം ആ തീയിൽ നിന്നാകുന്നു ഉണ്ടായത്. Dear child of God, our birth it is from holy fire. പ്രിയ ദൈവവേദിയിലെ നമ്മുടെ ജനനം വിശുദ്ധ തീയിൽ നിന്നാകുന്നു നാം ജനിച്ചത്. Holy Spirit fire that given this birth. പരിശുദ്ധാത്മാവെന്ന തീ നമുക്ക് ഈ ജന്മം നൽകി തന്നു. When we read in Isaiah chapter 31:9, നാം യെശയ്യാ പ്രവചനം അതിന്റെ 39-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ, whose fire is in Zion and his furnace in Jerusalem, we read. സിയോനിലും തീയും യെരുശലേമിൽ തീച്ചൂളയും എന്ന് നാം വായിക്കുന്നു. His fire is in Zion. അവന്റെ തീ സിയോനിലാകുന്നു. 31:9 please. 31-ാം അധ്യായം 9-ാം വാക്യം. And he shall pass to his stronghold for fear, and his princes shall be afraid of the ensign, saith the Lord, whose fire is in Zion, and his furnace in Jerusalem. Whose fire is in Zion, and his furnace in Jerusalem. സിയോനിൽ നിന്നും തീയും യെരുശലേമിൽ നിന്നും ചൂളയുമുള്ളവൻ. His fire is in Zion. അവന്റെ തീ സിയോനിലാകുന്നു. Furnace in Jerusalem. അവന്റെ തീച്ചൂള യെരുശലേമിലാകുന്നു. So give us birth. He is having fire in Zion. നമുക്ക് ജന്മം നൽകി തരുവാൻ വേണ്ടി അവന്റെ തീ സിയോനിൽ കാണപ്പെടുന്നു. If fire means we think it is a earthly fire. ആ തീ എന്ന് പറയുമ്പോൾ നാം പലപ്പോഴും ആ ഭൂമിയിലെ തീയെ പറ്റിയാകുന്നു ചിന്തിക്കുന്നത്. We compare with hot fire. നാം ആ ചൂടുള്ള തീയെ പോലെ തുലനം ചെയ്യുന്നു. Or bright fire. ഇല്ല എങ്കിൽ ആ പ്രകാശം കൊടുക്കുന്ന തീയെ പോലെ, which we see every now and then. എപ്പോഴും നാം കാണുന്ന തീയെ പോലെ നാം തുലനം ചെയ്യുന്നു. Or kitchen fire or wildfire. അടുക്കളയിലോ അല്ലെങ്കിൽ കാട്ടുതീ ആ പ്രകാരമുള്ള തീയെ. But this fire is not kitchen fire or wildfire. എങ്കിലുമോ ഈ തീ അടുക്കളയിലുള്ളതോ അല്ലെങ്കിൽ കാട്ടിലുള്ളതോ അല്ല. It is from heaven itself. അത് സ്വർഗത്തിൽ നിന്നാകുന്നുള്ളത്. And it compares the love of God. അത് ദൈവത്തിന്റെ സ്നേഹത്തെയാകുന്നു And കാണിക്കുന്നു. out of love of God, God has given this birth. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ഈ ജന്മം നൽകി തന്നിരിക്കുന്നു. His love is like a fire. അവന്റെ സ്നേഹം ഒരു തീ പോലെയാകുന്നു. It is a very effective. It is very powerful. അത് വളരെ പ്രയോജനമുള്ളതും അത് ശക്തിയേറിയതുമാകുന്നു. Before that, no one can question, no one can stand. അതിനു മുൻപാകെ ആർക്കും ചോദ്യം ചോദിക്കുവാനോ ആർക്കും നിലനിൽക്കുവാനോ സാധ്യമല്ല. No one can question why you love that person. നിങ്ങൾ ഈ വ്യക്തിയെ എന്തുകൊണ്ട് സ്നേഹിച്ചു എന്ന് ആർക്കും ചോദിക്കുവാൻ സാധ്യമല്ല. God loves some abundantly. ദൈവം സമൃദ്ധിയായി സ്നേഹിക്കുന്നു. Out of that love, he has given birth and he is preserving and he is fighting for that person. ആ സ്നേഹത്തിൽ നിന്നും നമുക്ക് ജന്മം നൽകി അവൻ നമ്മെ സൂക്ഷിക്കുന്നു. അവൻ ആ ജന്മം കൊടുത്ത വ്യക്തിക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നു. Saul cannot ask why you loved David very much. ശൗലിനെ ദാവീദിനെ എന്തുകൊണ്ടാകുന്നു അധികം സ്നേഹിച്ചെന്ന് ചോദിക്കുവാൻ സാധ്യമല്ല. Esau cannot ask why you loved Jacob so much. യാക്കോബിനെ അധികമായി സ്നേഹിച്ചു എന്താകുന്നു എന്ന് യേശാവിനും ചോദിക്കുവാൻ സാധ്യമല്ല. Out of his love. തന്റെ സ്നേഹത്തിൽ നിന്നും. When he loved, wholeheartedly he loved. താൻ സ്നേഹിക്കുമ്പോൾ മുഴു ഹൃദയത്തോടെ താൻ സ്നേഹിക്കുന്നു. From the very beginning to end,
the same way he loved. ആദ്യം മുതൽ അവസാനം വരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നു. We change, but his love never change. നാമോ മാറ്റം, നമ്മുടെ സ്നേഹത്തിന് മാറ്റമുണ്ടാവും എങ്കിലുമോ ദൈവത്തിന്റെ സ്നേഹത്തിന് യാതൊരു മാറ്റവുമില്ല. His love is the same yesterday, today and forever. ദൈവത്തിന്റെ സ്നേഹം ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യമാകുന്നു. God is love. ദൈവം സ്നേഹമാകുന്നു. And God is the same yesterday, today and forever. ദൈവം ഇന്നും ഇന്നലെ എന്നേക്കും അനന്യനാകുന്നു. And therefore his love is the same. ആയതിനാൽ അവന്റെ സ്നേഹവും അപ്രകാരമാകുന്നു. But many times how we love others and how we understand human love, in that way we calculate the love of God. പലപ്പോഴും നാം സ്നേഹത്തെ മനസ്സിലാക്കുന്നു, മറ്റുള്ളവരെ നാം സ്നേഹിക്കുന്ന പോലെ നാം ദൈവത്തെയും സ്നേഹിക്കാൻ തുടങ്ങുന്നു. And when we commit any mistake, നാം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ we compare it with God. നാം ദൈവത്തോട് നാം തുലനം ചെയ്യുന്നു. Now God would have reduced his love toward me. ഇപ്പോൾ ഒരു പക്ഷേ ദൈവം ആ സ്നേഹം, എന്നോടുള്ള സ്നേഹം കുറച്ചിരിക്കാം. Like before, he is not loving me. മുൻപുള്ളതെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. Things happening around, by that we judge God's love, saying he is not loving me before. നമുക്ക് ചുറ്റും നടക്കുന്നത് നോക്കിക്കൊണ്ട് നാം പ്രകാരം വിധിക്കും, ദൈവം മുമ്പത്തെ പോലെ എന്നെ സ്നേഹിക്കുന്നില്ല. But it is not so. എന്നാൽ പ്രിയ ദൈവജനമേ, പ്രകാരമല്ല. And from the very beginning, he loved the same. ആദ്യം മുതലേ ദൈവം ഒരേപോലെ തന്നെ സ്നേഹിക്കുന്നു. In that there is no height of difference. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. Such a good God. അപ്രകാരം നല്ലവനായ ദൈവം Why? എന്തുകൊണ്ടാകുന്നു? That fire in Zion. ആ തീ സിയോനിലാകുന്നു. In Jerusalem, that furnace is there. യെരുശലേമിൽ ആ ചൂളയുമുണ്ട്. That fire never declines there. അവിടുന്ന് ആ തീ ഒരിക്കലും കുറഞ്ഞു പോകുന്നില്ല. If fire declines in Zion, then only his love will decline. ആ സിയോനിൽ തീ കുറയുന്നുവെങ്കിൽ മാത്രമേ അവന്റെ സ്നേഹത്തിനും കുറവ് വരികയുള്ളൂ. It speaks about God's heart. അത് ദൈവത്തിന്റെ ഹൃദയത്തെ പറ്റിയാകുന്നു And പറയുന്നത്. that fire is in Zion means it is a love which is in the heart of God. ആ സിയോനിൽ തീ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലുള്ള സ്നേഹത്തെയാകുന്നു അത് കാണിക്കുന്നത്. And such a way he is full of love. അപ്രകാരം അവൻ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുന്നു. In that only he anoints us and he reveals his love. അതിൽ കൂടെയാകുന്നു അവൻ നമ്മെ അഭിഷേകം ചെയ്യുന്നതും അവൻ നമ്മോട് അവന്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നതും. Through so many ways he reveals his love. അനേക വഴികളിൽ കൂടെ അവന്റെ സ്നേഹത്തെ നമ്മോട് വെളിപ്പെടുത്തുന്നു. God is full of love. ദൈവം മുറ്റുമായ സ്നേഹമാകുന്നു. And he gives all things out of love. അവൻ സകലവും അവന്റെ സ്നേഹത്തിൽ നിന്നാകുന്നു നമുക്ക് നൽകി തരുന്നത്. Literal, spiritual, physical, financial, all benefits out of love only. ആത്മീയവും അക്ഷരീയവും ഭൗതികവും സാമ്പത്തികവുമായ സകല കാര്യങ്ങളും അവന്റെ സ്നേഹത്തിലൂടെയാകുന്നു അവൻ നൽകി തരുന്നത്. Beyond that, he anoints with the anointing of love. അതിലുപരിയായി അവൻ സ്നേഹത്തിന്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. When we receive that, നാം അത് പ്രാപിക്കുമ്പോൾ in us already the seed for overcoming life ought to become 4 new creatures. It is sown in our life. നമ്മുടെ ജീവിതത്തിൽ ആ പുതുതായുള്ള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ആ വിത്ത് നമ്മുടെ ജീവിതത്തിൽ പാകിയിരിക്കാം. To become perfect in love. സ്നേഹത്തിൽ To പൂർണ്ണരാകുവാൻ become വേണ്ടി, perfect in holiness. വിശുദ്ധിയിൽ പൂർണ്ണരാകുവാൻ To വേണ്ടി, be perfect in faith. വിശ്വാസത്തിൽ പൂർണ്ണരാകുവാൻ, To be perfect in will of God. ദൈവഹിതം ചെയ്യുന്നതിൽ പൂർണ്ണരാകുവാൻ. All these seeds in that love, or that when he anoints, it comes in our life. നമ്മെ അഭിഷേകം ചെയ്യുമ്പോൾ ആ സ്നേഹത്തിൽ ഈ എല്ലാ വിത്തുകളും അടങ്ങിയിരിക്കുന്നു. That's why, first of all, he sends his word. ആയതിനാലാകുന്നു ഒന്നാമതായി അവൻ തന്റെ വചനത്തെ അയക്കുന്നത്. When he sends the word, അവൻ തന്റെ വചനത്തെ അയക്കുമ്പോൾ that word melts our heart. ആ വചനം നമ്മുടെ ഹൃദയത്തെ ഉരുക്കുന്നു. As a hard-hearted person, a person comes to the presence of God. ഒരു കഠിനഹൃദയനായ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ And he might have thought, I would never find salvation. ഞാൻ ഒരിക്കലും രക്ഷ പ്രാപിക്കില്ല എന്ന് അവൻ ചിന്തിച്ചിരിക്കാം. Even family members might have forsaken. അവന്റെ കുടുംബക്കാർ പോലും അവനെ മറന്നിരിക്കാം. But one fine day, he comes to the presence of God. എങ്കിലും ഒരു ദിവസം താൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നു. All of a sudden, that word talks to him. ആ പെട്ടെന്ന് തന്നെ ആ വചനം തന്നോട് സംസാരിക്കുന്നു. And it began to break the stony heart. അത് ആ കല്ലായുള്ള ഹൃദയത്തെ തകർക്കുന്നു. His word is like fire. അവന്റെ വചനം തീ പോലെയാകുന്നു. In Jeremiah chapter 20, verse 9, when we read, യെരമ്യാ പ്രവചനം 20-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ, and it is written, but his word was in mine heart as a burning fire shut up in my bones. എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. Yes, his word was in my heart as a burning fire shut up in my bones. എന്റെ അസ്ഥികളിൽ അടയ്ക്കപ്പെട്ട എന്റെ ഹൃദയത്തിൽ തീ കത്തുന്നത് പോലെ ഇരിക്കുന്നു. Yes, word of God, when it come, it began to talk with a person and began to start working in that person. തിരുവചനം ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് അവന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു. That word become very powerful. ആ വചനം വളരെ ശക്തിയുള്ളതാകുന്നു. 2 disciples, they were traveling towards Emmaus. എമയൂസിലേക്ക് ആ ശിഷ്യന്മാർ സഞ്ചരിച്ചപ്പോൾ There was a stranger came and joined with them. അവരോടുകൂടെ ഒരു അന്യജാതിക്കാരൻ വന്ന് ചേർന്നു. And after that, he started speaking. അതിനുശേഷം അവർ സംസാരിക്കുവാൻ തുടങ്ങി. When that stranger explained
ആ അന്യജാതിക്കാരൻ അവരോട് വിവരിച്ചു they become പറഞ്ഞപ്പോൾ silent. അവർ മൗനരായി തീർന്നു. They watching and hearing. അവരവനെ നോക്കി And കേട്ടുകൊണ്ടേയിരുന്നു. it was strange unto them. അത് അവർക്കൊരു അന്യമായ കാര്യമായി തോന്നി. Finally they told, അവസാനമായി ഒരു പ്രകാരം when പറഞ്ഞു, he expounded from the laws and from the scriptures, തിരുവചനത്തിൽ നിന്നും അവർ തങ്ങളോട് സംസാരിച്ചപ്പോൾ, is it not our heart burned within us? നമ്മുടെ ഹൃദയം നമ്മിൽ ഉരുകിയില്ലയോ? Is it not our heart burned within us? നമ്മുടെ ഹൃദയം നമ്മിൽ തന്നെ ഉരുകിയില്ലയോ എന്ന് ചോദിക്കുകയുണ്ടായി. Thus far they counted him as a stranger. അതുവരെയും അവനെ ഒരു അന്യനെ പോലെ അവർ കരുതി. But he expounded the word of God. എങ്കിലുമോ തന്റെ വചനത്തെ താൻ പറഞ്ഞപ്പോ that could melt their heart. അത് അവരുടെ ഹൃദയത്തെ ഉരുക്കിക്കളഞ്ഞു. Yes, it is true. അത് സത്യമാകുന്നു. And he is very much Christ. അത് ക്രിസ്തു തന്നെയാകുന്നു. He is the Savior. അവനാകുന്നു രക്ഷകൻ. He came to save us. അവൻ നമ്മെ രക്ഷിക്കുവാനായി കടന്നു വന്നു. But our leaders, they have crucified him. എങ്കിലുമോ നമ്മുടെ നടത്തിപ്പുകാർ അവനെ ക്രൂശിച്ചു കളഞ്ഞു. Our priest and high priest, they worked against him. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും അവനെതിരായി പ്രവർത്തിച്ചു. They would have not done this, but they did it. അവർ അത് ചെയ്തുകൂടായിരുന്നു, എങ്കിലുമോ അവരത് ചെയ്തു കളഞ്ഞു. Their heart began to burn. അവരുടെ ഹൃദയം ഉരുകിപ്പോയി. That's why they began to follow Christ. അതിനാലാകുന്നു അവർ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ തുടങ്ങിയത്. In our life also, നമ്മുടെ ജീവിതത്തിലും many times when we came to the presence of God, word of God and dealt with us in such a way. അനേക സന്ദർഭങ്ങളിൽ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം അപ്രകാരം നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. We could not divert our attention. നമുക്ക് നമ്മുടെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. And our heart was began to burn in such a way. Yes, God is directly dealing with me. നമ്മുടെ ഹൃദയം ദൈവം നമ്മോട് നേരിട്ട് ഇടപെടുന്നതിനാൽ നമ്മുടെ ഹൃദയം ഉരുകിക്കൊണ്ടേയിരിക്കും. And there was a brother shared his testimony like this. ഒരു സഹോദരി പ്രകാരം ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. He was called for ministry. താൻ ശുശ്രൂഷയ്ക്കായി വിളിച്ചു. But he ignored that. എങ്കിലുമോ താൻ നിരസിച്ചു. He went to attend a convention. തന്റെ കൺവെൻഷനായി കടന്നുപോയി. In that convention, he was running here and there and helping everyone. ആ കൺവെൻഷനിൽ താൻ അവിടെയും ഇവിടെയും ഓടി നടന്ന് എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരുന്നു. Totally he involved in all the other activities. മറ്റു കാര്യങ്ങൾ താൻ മുറ്റുമായി വ്യാപൃതനായിരുന്നു. It was Sunday night. അതൊരു ഞായറാഴ്ച ദിവസം രാത്രിയായിരുന്നു. The message started. ആ ദൂത് പറയുവാൻ തുടങ്ങി. He was filling waters in the drum. താൻ ആ ഡ്രമ്മിൽ വെള്ളം നിറച്ചുകൊണ്ടേയിരുന്നു. From pump he must bring and fill that. That was what he was doing that time. പമ്പിൽ നിന്നും ആ വെള്ളം എടുത്തുകൊണ്ടുവന്ന ഡ്രമ്മിൽ നിറയ്ക്കണമെന്നും അത് ചെയ്തുകൊണ്ടിരുന്നു. But his mind and heart was arrested by the word of God. എങ്കിലുമോ തന്റെ ഹൃദയവും മനസ്സും ആ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കോണം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. And his heart and mind very much hearing the word of God, and he could not do anything. His mind did not depart from the word of God. തന്റെ ഹൃദയവും മനസ്സും ആ തിരുവചനത്തെ പറ്റി കേട്ടുകൊണ്ടേയിരുന്നു. തനിക്ക് മറ്റൊന്നും ചെയ്യുവാൻ സാധിച്ചില്ല. That pastor spoke about Zion. ആ പാസ്റ്റർ സിയോനെ പറ്റി സംസാരിച്ചു. God said, this is for you. ദൈവം പ്രകാരം അവനോട് സംസാരിച്ചു. He tried to divert his attention. തന്റെ ശ്രദ്ധ താൻ മാറ്റുവാൻ തുടങ്ങി. Not even a split second he could divert his attention. ഒരു നിമിഷം പോലും തന്നെ ശ്രദ്ധ മാറ്റുവാൻ തനിക്ക് സാധിച്ചില്ല. And he understood that is for him. തനിക്ക് പ്രകാരം മനസ്സിലായത് തനിക്ക് വേണ്ടിയുള്ളതാകുന്നു. That night he went and took the form and surrendered himself for ministry. ആ രാത്രി തന്നെ താൻ ഫോം എടുക്കുകയും ശുശ്രൂഷയ്ക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്തു. And in different levels the word of God come. പല രീതിയിൽ ദൈവത്തിന്റെ വചനം കടന്നു വരാം. For salvation, നമ്മുടെ രക്ഷയ്ക്കായി, for anointing, അഭിഷേകത്തിനായി, for baptism, സ്നാനമെടുക്കുവാനായി, for healing, സൗഖ്യം പ്രാപിക്കുവാനായി, for growing in holiness, വിശുദ്ധിയിൽ ജീവിക്കുവാനായി, and even unto for prepare for Zion. സിയോനായി ഒരുക്കുവാനും വേണ്ടി. Dear child of God, പ്രിയ ദൈവവേദലേ, such a way he sends that fire of that heavenly love through the word of God first. അപ്രകാരം തിരുവചനത്തിലൂടെ ആ സ്വർഗീയമായ സ്നേഹം അവൻ നമുക്ക് അയച്ചു തരുന്നു. Therefore we listen word of God carefully. ആയതിനാലാകുന്നു നാം ശ്രദ്ധയോടെ തിരുവചനം ശ്രവിക്കുന്നത്. That word, it is not from human being. ആ വചനം അത് മനുഷ്യരിൽ നിന്നല്ല കടന്നു വരുന്നത്. What St. Paul says, എന്താകുന്നു വിശുദ്ധ പൗലോസ് പറയുന്നത്? when you heard the word of God, ആ വചനം കേട്ടപ്പോൾ, it is as from God you heard it and believed. അത് ദൈവത്തിൽ നിന്നും കടന്നു വന്നതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയുണ്ടായി. Not as a word of man. അതൊരു മനുഷ്യന്റെ വാക്കല്ല. It is word of God indeed. അത് ദൈവത്തിന്റെ വചനമാകുന്നു. Therefore it worked in your life. ആയതിനാലാകുന്നു നിന്റെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ചത്. We believe word of God, there we see the power of God. നാം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുമ്പോൾ അവിടെ നമുക്ക് ദൈവത്തിന്റെ ശക്തിയെ കാണുവാൻ And how സാധിക്കുന്നു. much more we believe the word of God, that much more power manifest. എത്രമാത്രം നാം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നു അത്രമാത്രം ശക്തി അവിടെ കാണപ്പെടുന്നു. Why power manifest? എന്തുകൊണ്ടാകുന്നു ശക്തി വെളിപ്പെടുന്നത്? It is out of his law. എന്തുകൊണ്ടെന്നാൽ അത് കർത്താവിന്റെ ബലത്തിൽ നിന്നാകുന്നു വരുന്നത്. It is out of his heart. ഇല്ലായെങ്കിൽ അവന്റെ ഹൃദയത്തിൽ നിന്നും വരുന്നു. And he has given from Zion, it is from his heart.
അവനത് സിയോനിൽ നിന്നും അയച്ചിരിക്കുന്നു, തന്റെ ഹൃദയത്തിൽ നിന്നും തന്നിരിക്കുന്നു. Dear child of God, പ്രിയ ദൈവവേദലേ, when he sends his word തന്റെ വചനം താൻ അയക്കുമ്പോൾ and he prepares our hearts, നമ്മുടെ ഹൃദയങ്ങളെ അവൻ ഒരുക്കുന്നു. then he anoints us. അതിനുശേഷം അവൻ നമ്മെ അഭിഷേകം ചെയ്യുന്നു. That fire comes in our heart. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ തീ കടന്നു വരുന്നു. With that fire, he fills our life. ആ തീയാൽ നമ്മുടെ ജീവിതങ്ങളെ അവൻ നിറയ്ക്കുന്നു. Dear child of God, പ്രിയ ദൈവവേദലേ, first of all, anointing of love he gives us. ഒന്നാമതായി സ്നേഹത്തിന്റെ അഭിഷേകം അവൻ നമുക്ക് നൽകി തരുന്നു. That love which is given, it is not a simple power. ആ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നത് സാധാരണമായ ഒരു ശക്തിയാലല്ല. It is not a power to shake our body. നമ്മുടെ ശരീരത്തെ കുലുക്കുവാൻ അനക്കുവാനുള്ള ശക്തിയല്ല തന്നത്. And it is a pure love of God. അത് കർത്താവിന്റെ നിർമ്മലമായ സ്നേഹമാകുന്നു. In Romans chapter 5, verse 5, when we read, റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ, hope maketh not ashamed, because the love of God is shed abroad in our hearts by the Holy Ghost which is given to us. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Yes, love of God is shed abroad in our hearts. അതെ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. Or in other words, the love, that heavenly fire, it is shed abroad in our hearts. ഇല്ലായെങ്കിൽ ആ സ്നേഹം സ്വർഗീയമായ തീ അഗ്നി നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. And then only we get a desire for God, desire for spiritual things, desire to grow in all the spiritual things. അപ്പോൾ മാത്രമേ ദൈവത്തോടുള്ള ആഗ്രഹം, ആത്മീയമായി ജീവിക്കുവാനുള്ള ആഗ്രഹം, വിശുദ്ധമായി ജീവിക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടാകുകയുള്ളൂ. And from that day, we get a different type of desire. ആ ദിവസം മുതൽ നമുക്ക് പ്രത്യേകമായ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ Old കാണപ്പെടുന്നു. desires go away. പഴയതായ ആഗ്രഹങ്ങളെല്ലാം A മാറിപ്പോകുന്നു. new type of desire come. പുതുതായ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. And why? എന്തുകൊണ്ടാകുന്നു? The love of God is shed abroad in our hearts. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നതുകൊണ്ട്. And that we call as the love of God. അതാകുന്നു നാം That ദൈവത്തിന്റെ is സ്നേഹം എന്ന് what പറയുന്നത്. we call as a fire. അതാകുന്നു നാം തീ എന്ന് പറയുന്നത്. It began to burn within us. അത് നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടേയിരിക്കും. In 2 Corinthians 5:14, when we read, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, the love of Christ constraineth us. കർത്താവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിക്കുന്നു. After it comes to our life, it began to constrain us. നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സ്നേഹം കടന്നു വന്നതിന് ശേഷം അത് നമ്മെ നിർബന്ധിക്കുന്നു. And love God. ദൈവത്തെ സ്നേഹിക്കുവാൻ, And come closer to God. ദൈവത്തോട് അടുത്തു വരുവാൻ. And how much He loved you. എത്രമാത്രം അവൻ നമ്മെ സ്നേഹിച്ചു. And see how much He loved you and died for you. എത്രമാത്രം അവൻ നമ്മെ സ്നേഹിച്ചവൻ നമുക്ക് വേണ്ടി മരിച്ചു. You have to love God. നാം ദൈവത്തെ സ്നേഹിക്കണം. And that love start constraining us. ആ സ്നേഹം നമ്മെ നിർബന്ധിക്കുവാൻ തുടങ്ങും. In both the direction. എല്ലാ രീതിയിലും Toward God. ദൈവത്തോടും And toward one another. തമ്മിൽ തമ്മിൽ And that time only we get the love for souls. ആ സമയം മാത്രമാകുന്നു നമുക്ക് ആത്മാവിനെ നേടുവാനുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. I am saved. ഞാൻ രക്ഷിക്കപ്പെട്ടു, But they are perishing. എങ്കിലുമോ അവർ നശിച്ചുകൊണ്ടിരിക്കുന്നു. And God saved my life. ദൈവം എന്നെ രക്ഷിച്ചു. How others without finding salvation, how can they go to hellfire? എപ്രകാരം അവർ രക്ഷ പ്രാപിക്കാതെ ആ നരകാഗ്നിയിലേക്ക് കടന്നു പോകും. And they must also get salvation. അവർക്കും രക്ഷ പ്രാപിക്കണം. That anointing of love God first gives us. ആ സ്നേഹത്തിന്റെ ആത്മാവ് ദൈവം ആദ്യമായി നമുക്ക് നൽകി തരുന്നു. That anointing of fire God puts in our life. ഇല്ലായെങ്കിൽ അഭിഷേകത്തിന്റെ തീ നമ്മുടെ ജീവിതത്തിലേക്ക് താവ് വയ്ക്കുന്നു. It is a poured love of God. അത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ പകർന്ന സ്നേഹമാകുന്നു. That love He is pouring in our heart. ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് അവൻ പകരുന്നു. It is come as a liquid and come and fill our lives. അതൊരു പാനീയം പോലെ കടന്നു നമ്മുടെ ജീവിതങ്ങളെ നിറയ്ക്കുന്നു. Dear child of God, പ്രിയ ദൈവവേദലേ, let our hearts also must have that fire at all times. നമ്മുടെ ഹൃദയത്തിലും ആ അഗ്നി എല്ലായ്പ്പോഴും കാണപ്പെടട്ടെ. Once we had that fire, isn't it? ഒരിക്കൽ നമുക്ക് ആ തീ ഉണ്ടായിരുന്നല്ലേ? When we received salvation, we had that fire. നമുക്ക് രക്ഷ പ്രാപിച്ച സമയത്ത് നമുക്ക് ആ തീ നമ്മുടെ ഉള്ളിൽ In ഉണ്ടായിരുന്നു. the time of Holy Spirit. പരിശുദ്ധാത്മാവ് പ്രാപിച്ച And we ദിവസം felt a very great burden to love God. ദൈവത്തെ സ്നേഹിക്കുവാൻ തക്കോണം വലിയൊരു ഭാരം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ടു. We had a real desire for souls. We loved everyone to be saved, to come to the presence of God, to receive blessings, what we experienced. ആത്മാക്കൾക്കായി വളരെ വലിയൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ കാണപ്പെട്ടിരുന്നു. ദൈവസനിലേക്ക് കടന്നു വരുവാനും ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും വളരെ ആഗ്രഹവും വാഞ്ചയും നമ്മിൽ കാണപ്പെട്ടു. Second, രണ്ടാമതായി anointing of Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. Matthew Gospel chapter 3 verse 11, when we read, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, John the Baptist said, സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറയുന്നു, I indeed baptize you with water unto repentance, but he that cometh after me is mightier than I. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നേയുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. And whose shoes I am not worthy to bear. അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. He shall baptize you with Holy Ghost and with fire.
അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കേൾപ്പിക്കും. By what he will baptize? അവൻ എന്തുകൊണ്ടാകുന്നു സ്നാനം He കഴിപ്പിക്കുന്നത്? shall baptize you with Holy Ghost. അവൻ പരിശുദ്ധാത്മാവിനാൽ നിങ്ങളെ അഭിഷേകം ചെയ്യും. That baptism also important. ആ അഭിഷേകം നമുക്ക് വളരെ പ്രാധാന്യമുള്ളതാകുന്നു. Be a child of God. പ്രിയ ദൈവവേദലേ, And many times with the power of the Holy Spirit, we say, yes, I got the Holy Spirit. പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നാം പ്രകാരം പറയുന്നു, എനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. But we must be immersed in Holy Ghost. എങ്കിലുമോ നാം പരിശുദ്ധാത്മാവിൽ നാം മുഴുകലായി സ്നാനമേൽക്കണം. We must be drowned in Holy Spirit. നാം ആ പരിശുദ്ധാത്മാവിൽ മുറ്റുമായി മുഴുകിയിരിക്കണം. And in our body, soul and spirit, that Holy Spirit must come and cover. നമ്മുടെ ദേഹിയാത്മാവിനെ ആ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് മൂടണം. And then within us and without, or within our heart and in our body, we will feel that power of the Holy Spirit. അപ്പോൾ നമ്മുടെ ഉള്ളിലും നമ്മുടെ ശരീരത്തിലും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം സാധിക്കും. And I am covered by Holy Spirit. ഞാൻ പരിശുദ്ധാത്മാവിനാൽ മൂടപ്പെട്ടിരിക്കുന്നു. Holy Spirit is in each and every members. എന്റെ എല്ലാ അവയവങ്ങളിലും പരിശുദ്ധാത്മാവ് കാണപ്പെടുന്നു. And Holy Spirit is controlling my life. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നു. In that glory, in that power, we will come. ആ തേജസ്സിൽ ആ ശക്തിയിൽ നാം കാണപ്പെടും. Thirdly, മൂന്നാമതായി anointing of fire. തീയുടെ സ്നാനം. He shall baptize you with Holy Ghost and with fire. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. Be a child of God. പ്രിയ ദൈവവേദലേ, This fire that we are talking about, ഈ അഗ്നിയാകുന്നു നാം ഇവിടെ പ്രതിപാദിക്കുന്നത്. and we must be anointed by fire. നാം ആ തീയാൽ സ്നാനം കഴിക്കണം. In Songs of Solomon chapter 8 verse 6, when we read, ഉത്തമഗീതം 8-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം നാം വായിക്കുമ്പോൾ, here word of God says, set me as a seal upon thine heart. Yes, when this fire come, ഈ അഗ്നി കടന്നു വരുമ്പോൾ, when we anointed by God's fire, ദൈവത്തിന്റെ തീയാൽ നാം അഭിഷേകം ചെയ്യപ്പെടുമ്പോൾ, in our God's heart we become a seal. ദൈവത്തിന്റെ ഹൃദയത്തിൽ നാം ഒരു മുദ്രയായി കാണപ്പെടുന്നു. Our God starts showing seal for us. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി തീക്ഷ്ണതയായി കാണപ്പെടുന്നു. We also begin to show zeal for God. നമുക്കും ദൈവത്തോടുള്ള ആ പ്രകാരം തീക്ഷ്ണത കാണപ്പെടും. Because love is strongest death. എന്തുകൊണ്ടെന്നാൽ സ്നേഹം മരണത്തെക്കാൾ ബലമുള്ളതാകുന്നു. And jealousy is cruel as the grave. പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതാകുന്നു. Coals thereof are coals of fire, and which hath the most vehement flame. അതിന്റെ ജ്വലനം അഗ്നിജ്വലനവും ഒരു ദിവ്യ ജ്വാലയും തന്നെ. And there was a tribal boy, he got salvation. ഒരു ട്രൈബൽ ബോയ് ഉണ്ടായിരുന്നു, തനിക്ക് രക്ഷ പ്രാപിക്കാനിടയായി. He found Christ. താൻ ക്രിസ്തുവിനെ നേടി. He surrendered his life. തന്റെ ജീവിതത്തെ താൻ സമർപ്പിച്ചു. Like the tribe, he stopped going for hunting or killing people. തന്റെ ഗോത്രത്തിൽ താൻ അവിടെ ജനങ്ങളെ വേട്ടയാടുവാനും കൊല്ലുവാനും പോയിക്കൊണ്ടിരുന്നു. He stopped that. താൻ അത് നിർത്തി. After that, he did not join with them for hunting human beings. അതിനുശേഷം തന്റെ ബാക്കിയുള്ളവരോട് മനുഷ്യരെ വേട്ടയാടുന്നതിന് പോയില്ല. And he began to sit and pray. താൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And read word of God. ദൈവവചനം വായിക്കുവാൻ And തുടങ്ങി. attending meetings. കൂട്ടങ്ങൾ പങ്കെടുക്കുവാൻ തുടങ്ങി. His father was a captain for the tribe. തന്റെ പിതാവ് ആ ഗോത്രത്തിന്റെ സൈന്യാധിപനായിരുന്നു. He got angry with him. ആ പിതാവിന് ഈ മകനോട് ദേഷ്യം തോന്നി. He spoke to him. ആ പിതാവ് ഈ മകനോട് സംസാരിച്ചു. And give up and walk in my ways. തന്നോട് ഇപ്രകാരം പറയുണ്ടായി, നിന്റെ വഴികളെ വിട്ട് എന്റെ വഴികളിൽ നടന്നുകൊള്ളുക. And he said, I can't. അത് ആ മകൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് പറ്റുകയില്ല. And God saved my life. ദൈവം എന്റെ ജീവിതത്തെ രക്ഷിച്ചു. He anointed me. അവൻ എന്നെ അഭിഷേകം ചെയ്തു. Now God loves me very dearly. I can't do this work. ഇപ്പോൾ ദൈവം എന്നെ ഹൃദ്യമായി സ്നേഹിക്കുന്നു, എനിക്ക് ഈ പ്രവൃത്തി ചെയ്യുവാൻ സാധ്യമല്ല. And they started persecuting him. അവർ ഈ മകനെ ഉപദ്രവിക്കാൻ തുടങ്ങി. And finally he was bound in a pillar and they began to peel his skin. അവസാനമായി തന്നെ ഒരു തൂണിൽ കെട്ടിയിട്ടുകൊണ്ട് തന്റെ തൊലി ഉരിക്കുവാൻ തുടങ്ങി. Even then he was very glad. അപ്പോഴും താൻ സന്തോഷവാനായി കാണപ്പെട്ടു. Because of the fire which is in him. എന്തുകൊണ്ടെന്നാൽ തന്നിലുള്ള ആ തീ മുഖാന്തരം. For us it was a very painful thing. നമുക്കത് വളരെ വേദനാജനകമായ ഒരു കാര്യമായി. Indeed it is a painful thing. അത് വാസ്തവമായും വേദനയുള്ള കാര്യമാകുന്നു. But that love which was in him, എങ്കിലുമോ തന്നിലുള്ള ആ സ്നേഹം മുഖാന്തരം he could suffer that. തനിക്കത് സഹിക്കുവാൻ സാധിച്ചു. He said, only you can peel my skin. താൻ ഇപ്രകാരം പറയുണ്ടായി, നിങ്ങൾക്ക് എന്റെ തൊലി മാത്രമേ ഉരിക്കുവാൻ സാധ്യമാകൂ. Even peel my flesh. എന്റെ മാംസവും കൂടി ഉരിച്ചുകൊള്ളുക. But you can't separate me from the love of Christ. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നിങ്ങൾക്ക് എന്നെ വേർപിരിക്കുവാൻ സാധ്യമല്ല. I am ready to die for Christ. ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും Because ഒരുക്കമാകുന്നു. he died for me. എന്തുകൊണ്ടെന്നാൽ അവൻ എനിക്ക് വേണ്ടി മരിച്ചു. The love of God become real in his life through the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ആ മകന്റെ ജീവിതത്തിൽ ആ ദൈവത്തിന്റെ സ്നേഹം വളരെ യഥാർത്ഥമായി കാണപ്പെട്ടു. Like a fire, it began to
burn in his life. തന്റെ ജീവിതത്തിൽ ഒരു തീ പോലെ എരിയുവാൻ തുടങ്ങി. Dear child of God, പ്രിയ ദൈവവേദലേ, when the love comes, then only we can stand as a martyr for Christ. ആ സ്നേഹം കടന്നു വരുമ്പോൾ മാത്രമേ ക്രിസ്തുവിന് വേണ്ടി നമുക്ക് രക്തസാക്ഷിയായി കാണപ്പെടുവാൻ And when സാധ്യമാകൂ. you wonder how martyrs stood in the time of persecution, ഉപദ്രവങ്ങളുടെ സ്ഥാനത്ത് പ്രകാരം ആ മാർട്ടേഴ്സ് നിന്നു എന്ന് പലരും ആശ്ചര്യപ്പെടുകയുണ്ടായി. even standing for divine healing, it is a one type of martyrdom. ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് ഒരു രീതിയിലുള്ള രക്തസാക്ഷിത്വമാകുന്നു. We have in these days persecution like olden days. ഈ നാളുകളിൽ പഴയ കാലങ്ങളിലുള്ളതുപോലെ ഉപദ്രവങ്ങൾ കാണപ്പെടുന്നില്ല. And there were many stood for Christ in the time of persecution. ആ ഉപദ്രവങ്ങളുടെ കാലത്ത് അനേകർ ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടു. And how they were cut in pieces with life. അവരുടെ ജീവനോടെ മുറിക്കപ്പെട്ടു. In that adverse condition, they stood for Christ. ആ അപ്രകാരമുള്ള അവസ്ഥയിലും അവർ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുകയുണ്ടായി. Nowadays, few places still persecution is on. ഇപ്പോൾ ചില സ്ഥലങ്ങളിലും ആ പ്രകാരം ഉപദ്രവങ്ങൾ നടക്കുന്നു. But not everywhere. എങ്കിലും എല്ലായിടത്തുമില്ല. But when we stand for divine healing, എങ്കിലും നാം ദൈവിക രോഗശാന്തിക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ, and that is another way of facing persecution for Christ. അത് ക്രിസ്തുവിന് വേണ്ടി മറ്റു രീതിയിൽ കഷ്ടം അനുഭവിക്കുകയാകുന്നു. In other persecution, human being do that. മറ്റ് കഷ്ടത്തിൽ മനുഷ്യരാകുന്നു പ്രകാരം ചെയ്യുന്നത്. But in divine healing, devil himself directly attacks our body. ദൈവിക രോഗശാന്തിയിൽ പിശാചാകുന്നു നമ്മുടെ ശരീരത്തെ ആക്രമിക്കുന്നത്. And that time, that jealousy, which is cruel as grave, and the coals thereof are the coals of fire, and the most vehement flame that conquers all other persecution. ആ സമയത്ത് പ്രേമം മരണവേദന പോലെയുള്ളതും പത്നീവ്രതശങ്ക പാതാളം പോലെ കടുപ്പമുള്ളതും അതിന്റെ ജ്വലനം അഗ്നിജ്വാല പോലെ ഒരു ദിവ്യജ്വാലയുമാകുന്നു. അതാകുന്നു നമ്മെ നിലനിൽക്കുവാൻ ഗുണം സാധിക്കുന്നത്. Even today, one brother, he called to pray for his mother. ഇന്നും ഒരു സഹോദരൻ തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ She is in വിളിച്ചു. sick bed. ആ മാതാവ് രോഗശയ്യയിലാകുന്നു. And very used to, that brother used to call me to pray for her. പലപ്പോഴും ആ സഹോദരൻ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി And ആവശ്യപ്പെടുവാൻ I used to call that mother and pray. ഞാൻ ആ മാതാവിനെ വിളിച്ച് And പ്രാർത്ഥിക്കുകയുണ്ടായി. when we get a few days, she get deliverance. ചില ദിവസങ്ങൾ തനിക്ക് വിടുതൽ പ്രാപിക്കും. And then she get again the same thing. അതിനുശേഷം ആ അതേ രോഗം കടന്നു വരും. Today when I call, ഇന്ന് ഞാൻ വിളിച്ചപ്പോൾ she told my stomach is swollen, my feet are having swellings. എന്റെ വയറിനും പ്രശ്നമായിരിക്കുന്നു, എന്റെ കാലും വീങ്ങിയിരിക്കുന്നു, And I could not sleep. എനിക്ക് ഉറങ്ങുവാൻ സാധിക്കുന്നില്ല, And severe pain. എനിക്ക് വളരെ വേദനയുണ്ട്. Earlier, often I used to sleep, or a little time I used to sleep. Now, there is no sleep at all. മുമ്പ് ഞാൻ അല്പമായി ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ എനിക്ക് ഉറക്കമേ ഇല്ല. I told, God has given you grace. ഞാൻ ഇപ്രകാരം പറയുകയുണ്ടായി, ദൈവം നിങ്ങൾക്ക് കൃപ നൽകി And തന്നിരിക്കുന്നു. immediately she smiled and said, yes, yes, God has given me abundance of grace to go through this path. പെട്ടെന്ന് ഇപ്രകാരം പറയുകയുണ്ടായി, ഈ പാതയിലൂടെ നടക്കുവാൻ ഗുണം കർത്താവ് എനിക്ക് സമൃദ്ധമായ കൃപ നൽകി തന്നുകൊണ്ടിരിക്കുന്നു. And God must give abundance of grace. Pray for me. കർത്താവ് എനിക്ക് സമൃദ്ധമായ കൃപ നൽകി തന്നുകൊണ്ടിരിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. And it is a wonderful to hear in the time of severe pain, sleeplessness, boldly saying, pray for grace, that is enough. അതികഠിനമായ വേദനയുടെ നടുവിലും ഉറക്കമില്ലായ്മയുടെ നടുവിലും കർത്താവ് എനിക്ക് കൃപ നൽകി തരുന്നു കേൾക്കുന്നത് വളരെ അത്ഭുതകരമായ കാര്യമാകുന്നു. Why that grace or that fire, that love of God that is burning in her heart for Jesus to stand for divine healing till the very end of her life. എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ സ്നേഹം ആ തീ തന്റെ ജീവിതത്തിൽ ഇപ്രകാരം കത്തിയെരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അവസാനം വരെയും നിലനിൽക്കുവാനുള്ള കർത്താവിന്റെ സ്നേഹം തന്നെ I should നിർബന്ധിക്കുന്നു. not deny this faith. ഞാൻ ഈ വിശ്വാസത്തെ ത്യജിക്കരുത്. God help me hitherto. കർത്താവ് ഇത്രത്തോളം എന്നെ സഹായിച്ചു. I must stand till the very end. ഞാൻ അവസാനത്തോളം നിലനിൽക്കണം. Yes, this is the hope. This is the blessed experience of saints of God. ഇതാകുന്നു പ്രത്യാശ, വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ പ്രത്യാശ ഇതാകുന്നു. Why they are standing, how they are standing? അവരെ എന്തുകൊണ്ടാകുന്നു നിലനിൽക്കുന്നത്, They are എപ്രകാരമാകുന്നു anointed നിലനിൽക്കുന്നത്? by fire, that fire is burning in their heart. അവർ തീയാൽ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു, ആ തീ അവരുടെ ഹൃദയങ്ങളിൽ We കത്തിക്കൊണ്ടേയിരിക്കുന്നു. can't see that fire, but fire is there. നമുക്ക് ആ തീയെ കാണുവാൻ സാധ്യമല്ല, എങ്കിലും ആ തീ അഗ്നി അവരുടെ ഹൃദയങ്ങളിലുണ്ട്. And whatever, how much severe, 7 times or 70 times, let it be heated up. Let me stand for God. 7 പ്രാവശ്യമോ 70 പ്രാവശ്യമോ ആ തീയുടെ ചൂട് കൂട്ടിയാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കും. Let us have that fire in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ അഗ്നിയെ പ്രാപിക്കാം. Fourthly, നാലാമതായി anointing of glory. ആ തേജസ്സിന്റെ അഭിഷേകം. In 2 Corinthians chapter 3, 8 through 11, when we read, 2 കൊരിന്ത്യർ 3-ാം അധ്യായം 8 മുതൽ 11-ാം വാക്യം വരെ വായിക്കുമ്പോൾ, how shall not the ministration of the Spirit be rather glorious? ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി.
How shall not the ministration of the Spirit be rather glorious? For if the ministration of condemnation be glory, much more does the ministration of righteousness exceed in glory. Yes. How shall not the ministration of the Spirit be rather glorious? തേജസ്സുള്ളതായ ഈ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? Here a comparison study between Old Testament ministry and New Testament ministry. ഇവിടെ പഴയ നിയമ ശുശ്രൂഷയും പുതിയ നിയമ ശുശ്രൂഷയെ പറ്റി ഒരു തുലനമായുള്ള പഠനം നടത്തിയിരിക്കുന്നു. And Old Testament ministry about certain good things to say. ചില നല്ല കാര്യങ്ങൾ പറയുവാനായി പഴയ നിയമ ശുശ്രൂഷയുണ്ട്. It was glorious. അത് തേജസ്സുള്ളതായിരുന്നു. And when Moses came down, they saw glory in his face. മോശ താഴേക്ക് കടന്നു വന്നപ്പോൾ തന്റെ മുഖത്ത് ആ ശോഭ അവർ കാണുകയുണ്ടായി. And they could not stand before that glory. അവർക്ക് ആ തേജസ്സിന് മുൻപാകെ നിലനിൽക്കുവാൻ സാധിച്ചില്ല. And constantly they could not behold his face. അവർക്ക് തന്റെ മോശയുടെ മുഖം കാണുവാൻ സാധിച്ചില്ല. And it was totally different. അത് വ്യത്യസ്തമായി കാണപ്പെട്ടു. And it was bright. It gives rays from its mouth. അത് തേജസ്സേറിയതും ശോഭയേറിയതുമായിരുന്നു. അവന്റെ മുഖത്ത് നിന്നും ആ ശോഭ വന്നുകൊണ്ടേയിരുന്നു. After telling that, അത് പറയുന്നതിന് ശേഷം St. Paul says here, പൗലോസ് ഇവിടെ how shall not the ministration of the Spirit be rather glorious? തേജസ്സുള്ളതായ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? For if the ministration of condemnation be glory, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നു എങ്കിൽ much more doth the ministration of righteousness exceed in glory. നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. Even that which was made glorious had no glory in this respect by reason of the glory that excelleth. അതേ തേജസ്സോട് കൂടിയത് ഈ കാര്യത്തിൽ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാതെയായി. Now these lights are very much bright. ഈ ലൈറ്റുകൾ വളരെ പ്രകാശമുള്ളതായി കാണപ്പെടുന്നു. But in daytime, before sun, it won't have any glory. എങ്കിലുമോ പകൽ സമയത്ത് സൂര്യനുള്ളപ്പോൾ അതിന്റെ പ്രകാശം ഒന്നുമില്ലാതെയായി Now to കാണപ്പെടുന്നു. say it is halogen, it is a CFL, like that, many names we give. ഇപ്പോൾ നാം പ്രകാരം പല പേരുകൾ കൊടുക്കുന്നു. ഹാലജൻ, CFL പ്രകാരം പേരുകൾ കൊടുക്കുന്നു. This is a new brand. ഇതൊരു പുതിയ ബ്രാൻഡായി കാണപ്പെടുന്നു. And it gives good light. അത് നല്ല പ്രകാശം നൽകി തരും. But before sun, nothing. എങ്കിലുമോ സൂര്യന് മുൻപാകെ അത് ഒന്നുമില്ലാതെ കാണുന്നു. Moses had glory. മോശയ്ക്ക് തേജസ് ഉണ്ടായിരുന്നു. But when New Testament ministry started, എങ്കിലുമോ പുതിയ നിയമ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ it is not one person for everyone glory. അത് ഒരാൾക്കായിട്ടല്ല തേജസ് അല്ല, എല്ലാവർക്കും തേജസ്സായി കാണപ്പെടുന്നു. In Old Testament, it is for only one person. പഴയ നിയമകാലത്ത് ഒരാൾക്ക് മാത്രമേ ആ തേജസ് കാണപ്പെട്ടുള്ളൂ. And he had the glory. തനിക്ക് ആ തേജസ് ഉണ്ടായിരുന്നു. It is a limited glory. അത് വളരെ പരിമിതമായ തേജസ്സായിരുന്നു. He could cover the glory. തനിക്ക് ആ തേജസ്സിനെ മൂടുവാൻ സാധിച്ചു. But in New Testament, എങ്കിലുമോ പുതിയ നിയമത്തിൽ we can't cover the glory. നമുക്ക് ആ തേജസ്സിനെ മറയ്ക്കുവാൻ സാധ്യമല്ല. By a veil or a cloth, it can't cover. ഒരു മൂടുപടമായോ അല്ലെങ്കിൽ ഒരു തുണി കൊണ്ടോ നമുക്കതിനെ മൂടുവാൻ സാധ്യമല്ല. It is not for me only. അതെനിക്ക് മാത്രമല്ല, It is not for us only. It is not only meant for servants of God. ശുശ്രൂഷക്കാർക്ക് മാത്രവുമല്ല, It is for all. എല്ലാവർക്കും വേണ്ടിയുള്ളതാകുന്നു. Why it comes? എന്തുകൊണ്ടാകുന്നു കടന്നു വരുന്നത്? And that is through anointing. അത് അഭിഷേകം മൂലമാകുന്നു Because കടന്നു it is വരുന്നത്. a part of that fire. എന്തുകൊണ്ടെന്നാൽ അത് ആ തീയുടെ ഒരു അംശമാകുന്നു. From that fire, this glory comes. ആ അഗ്നിയിലൂടെയാകുന്നു ഈ തേജസ് കടന്നു വരുന്നത്. We can identify true believers even in market. നമുക്ക് ആ ചന്തസ്ഥലങ്ങളിൽ പോയാലും ശരിയായിട്ടുള്ള വിശ്വാസികളെ കാണുവാൻ സാധിക്കും. Even wherever we go, people identify. എവിടെ പോയാലും അവർ നമ്മെ തിരിച്ചറിയും. How they identify? എപ്രകാരമാകുന്നു അവർ തിരിച്ചറിയുന്നത്? We don't keep any badge. നാം എന്തെങ്കിലും ബാഡ്ജ് ധരിക്കുന്നില്ല. We don't have anything to show to them. നമുക്ക് അവരെ കാണിക്കുവാനായി ഒന്നുമില്ല. But we have a glory. എന്നാലോ നമുക്കൊരു തേജസ്സുണ്ട്. People identify and come. ജനങ്ങൾ നമ്മെ തിരിച്ചറിയുന്നു. Are you a pastor? നിങ്ങളൊരു പാസ്റ്റർ ആകുന്നു. Are you a believer? നിങ്ങളൊരു Are you വിശ്വാസിയാകുന്നു. a Pentecostalist? നിങ്ങളൊരു പെന്തക്കോസ്തുകാരനാകുന്നു. They are asking. അവർ പ്രകാരം ചോദിക്കുന്നു. And how they identify them? എപ്രകാരമാകുന്നു അവർ നമ്മെ തിരിച്ചറിയുന്നത്? That is through the glory. അത് ആ തേജസ് മൂലമാകുന്നു. Some glory is there in our face. നമ്മുടെ മുഖത്തിൽ അപ്രകാരം തേജസ് കാണപ്പെടുന്നു. Enemy hates it. ആ ശത്രുവിന് വിരോധമാകുന്നു. And people discourage saying, what is in your face? Nothing. ജനങ്ങൾ പ്രകാരം നമ്മളെ തുച്ഛീകരിക്കും. നിങ്ങളുടെ മുഖത്ത് എന്താകുന്നു കാണപ്പെടുന്നു? ഒന്നുമില്ല. Devil discourage. പിശാച് നമ്മെ അധൈര്യപ്പെടുത്തുന്നു. And nothing in your lips, nothing in your eyebrow, nothing here, nothing there. Or your face is not glorious. നിങ്ങളുടെ ചുണ്ടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കാതുകളിൽ നിങ്ങളുടെ കണ്ണുകളിൽ ഒന്നും കാണപ്പെടുന്നില്ല എന്ന് പ്രകാരം പറയുന്നു. And because they can't see before this glory. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഈ തേജസ്സിന് മുൻപ് തേജസ് കാണുവാൻ They സാധിക്കുന്നില്ല. feel themselves naked. That's why they criticize us. Our believers also, believers children also listening that they say, oh, I don't have any adornments. That's why I am low in their sight. അവർ തങ്ങളെ തന്നെ നഗ്നരായി അപ്രകാരം കാണപ്പെടുന്നു. അതുകൊണ്ടാകുന്നു നമ്മുടെ കുഞ്ഞുങ്ങളോട് അവർ പ്രകാരം കുറ്റം വിധിക്കുക, നിങ്ങൾക്ക് യാതൊരു വിധമായ ആഭരണങ്ങളൊന്നും ഇല്ലല്ലോ പറയുന്നത്. But we have the real glory. എന്നാലോ നമുക്ക് ആ വളരെ വ്യക്തമായ തേജസ്സുണ്ട്. They also themselves know very well. അവർക്കും അത് മനസ്സിലാകുന്നില്ല. It is a lasting glory. അത് നിലനിൽക്കുന്നതായ തേജസ്സാകുന്നു. One sister told like this. ഒരു സഹോദരി പ്രകാരം പറയുണ്ടായി, And after COVID,
കോവിഡിന് ശേഷം, after the lockdown and all. ആ ലോക്ക്ഡൌണിനുള്ള സമയത്തിന് And ശേഷം she went to her office. താൻ തന്റെ ജോലി സ്ഥലത്തേക്ക് കടന്നുപോയി. And she looked everyone as they were 20 years older than before. എല്ലാവരും 20 വർഷത്തിന് തന്നെക്കാൾ 20 വർഷം പ്രായമുള്ളവരായി തനിക്ക് തോന്നി. She was wondering, 3 months only without seeing each other, now how they become at least 10 or 15 or 20 years older than 3 months. 3 മാസം മാത്രമേ ഞങ്ങൾ കാണാതെ ഇരുന്നുള്ളൂ. ഇപ്പോൾ എന്നെക്കാളും 15 വർഷം 10 വർഷം 20 വർഷം പ്രായമുള്ളവരായി അവർ കാണപ്പെടുന്നു. All of them were looking older and having white hairs and everywhere different. എല്ലാവരും പ്രായമുള്ളതുപോലെ കാണപ്പെട്ടു. എല്ലാവരും നരച്ച മുടിയായി പലവിധമായ രീതിയിൽ അപ്രകാരം പ്രായമുള്ളതായി കാണപ്പെട്ടു. They themselves asked her, അവർ ഇപ്രകാരം ആ സഹോദരിയോട് how ചോദിച്ചു, you are same? നിങ്ങൾ എന്തുകൊണ്ടാകുന്നു ഇപ്രകാരം ഒരേപോലെ And ഇരിക്കുന്നത്? then also same, now also same. മുന്നേയും ഇപ്പോഴും ഒരേപോലെ ഇരിക്കുന്നത് All of us are എന്തുകൊണ്ടാകുന്നു? different. എല്ലാവരും മാറ്റപ്പെട്ടിരിക്കുന്നു. And what was their glory? അവരുടെ തേജസ് എന്തായിരുന്നു? And only that adornments. മറ്റുള്ളവരുടെ തേജസ് അവരുടെ When ആഭരണങ്ങളായിരുന്നു. it is removed, അത് മാറ്റിയപ്പോൾ and that originality came as if they are 70 years old, 50 years old. അവരുടെ സ്വയമായിട്ടുള്ള അപ്രകാരം രൂപം കടന്നു വരികയുണ്ടായി. അവർ 70-50 വയസ്സ് പ്രായമുള്ളവരായി കാണപ്പെട്ടു. But those who are having God's glory, എങ്കിലുമോ ദൈവത്തിന്റെ തേജസ്സുള്ളവർ it is the same. അവർ എല്ലായ്പ്പോഴും ഒരുപോലെ Because it is കാണപ്പെട്ടു. from the fire. എന്തുകൊണ്ടെന്നാൽ അത് തീയിൽ നിന്നാകുന്നു അവർക്ക് ലഭിച്ചത്. Fifthly, അഞ്ചാമതായി, and that anointing to suffer for his name also, God gives us. അഭിഷേകം നമുക്ക് ദൈവം നൽകി തരുന്ന അവന്റെ നാമത്തിനായി കഷ്ടം സഹിക്കുവാനായിട്ടാകുന്നു. And that is comes from Zion. അതും സിയോനിൽ നിന്നാകുന്നു കടന്നു വരുന്നത്. That is also in our birth itself, or spiritual birth itself, it starts. അതും നമ്മുടെ ആത്മീയ ജീവിതം നാം ജനിക്കുമ്പോൾ തന്നെ അതും തുടങ്ങുന്നു. And Mark the Gospel 10:37 through 39 when we read, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ വായിക്കുമ്പോൾ, here they came to Jesus and asked, we must one sit on the right hand and another on the left hand. ഇവിടെ അവർ കടന്നു വന്ന് ഇപ്രകാരം പറയുകയുണ്ടായി, ഒരുവൻ വലത്തും ഒരുത്തിന് ഇടത്തും ഇരിക്കുവാൻ വരം നൽകണമേ. And they said unto him, grant unto us that we may sit one on the right hand and the other on the left hand in the glory. ഒരുത്തൻ തേജസ്സിൽ ഇടത്തും വലത്തും ഇരിക്കുവാൻ വരം നൽകണമേ എന്ന് പറഞ്ഞു. And Jesus said unto them, യേശു അവരോട് ഇപ്രകാരം ye know not പറയുന്നു, what ye ask. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. Can ye drink of the cup that I drink of? ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുവാൻ And the സാധിക്കുമോ? baptism with the baptism that I am baptized with? ഞാൻ എടുക്കുന്ന സ്നാനം പാനപാത്രം കുടിക്കുവാനും ഞാൻ എടുക്കുന്ന സ്നാനമേൽക്കുവാനും കഴിയുമോ? They said unto him, we can. അവരിപ്രകാരം പറഞ്ഞു, ഞങ്ങൾക്കും കഴിയും. Jesus said unto them, യേശു അവരോട്, ye shall indeed drink of the cup that I drink of, and the baptism that I can baptize with shall ye baptized. ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം നിങ്ങൾ ഏൽക്കുകയും ചെയ്യും What നിശ്ചയം. this baptism? ഏതാകുന്നു ഈ സ്നാനം? What they said, we can. അവരെന്താകുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞത്? This baptism speaks of a baptism of suffering. ഇത് കഷ്ടം അനുഭവിക്കുന്ന സ്നാനത്തെ പറ്റിയാകുന്നു പറയുന്നത്. And this baptism also there. ഈ ഇപ്രകാരമുള്ള സ്നാനവുമുണ്ട്. And there are different baptism. പല രീതിയിലുള്ള സ്നാനമുണ്ട്. And in baptism of suffering also one aspect. കഷ്ടം അനുഭവിക്കുക എന്നുള്ള സ്നാനവും അതൊരു കാര്യമാകുന്നു. We have to go through suffering that it speaks of. നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നാകുന്നു ഇത് പറയുന്നത്. And through much suffering only we have to enter into the kingdom of God. അനേക കഷ്ടങ്ങൾ കൂടെയാകുന്നു നാം സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടക്കേണ്ടത്. And first of all they came and asked Jesus directly. ഒന്നാമതായി അവർ യേശുവിനോട് കടന്നു വന്ന് നേരായി We പ്രകാരം want to ചോദിച്ചു, sit on the right hand, on the left hand. നിന്റെ വലത്ത് ഭാഗത്തും ഇടത്ത് ഭാഗത്തും ഞങ്ങൾക്ക് ഇരിക്കണം. Jesus gave the same answer. യേശു പ്രകാരം ഉത്തരം കൊടുക്കുകയുണ്ടായി. And they did not understand. അവർക്കത് മനസ്സിലായില്ല. And they went home. അവർ ഭവനങ്ങളിലേക്ക് They കടന്നുപോയി. told their mother, അവരുടെ മാതാവിനോട് പ്രകാരം പറഞ്ഞു, come for a recommendation. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കടന്നു വരണമേ. And their mother also came. ആ മാതാവും കടന്നു വന്നു. In Matthew Gospel 20:21 onwards where we read. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ നമുക്ക് വായിക്കാൻ സാധിക്കും. And their mother came for recommendation there. തന്റെ മാതാവും യേശുവിനോട് ഇപ്രകാരം കടന്നു വന്ന് പറയുകയുണ്ടായി. She stood there and asked, I have a request. താൻ ഇപ്രകാരം കടന്നു വന്ന് എനിക്കൊരു അപേക്ഷയുണ്ടെന്ന് പറയുന്നു. There came unto him the mother of Zebedee's children with her sons, worshipping him and desiring certain things of him. സെബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കൽ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. He said unto her, what wilt thou? നിനക്ക് എന്ത് വേണമെന്ന് അവളോട് She ചോദിച്ചു. said unto her, grant that these my two sons may sit one on the right hand and other on the left in thy kingdom. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തിന് ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ. Ye know not what ye ask. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. Are ye able to drink of the cup that I shall drink of? ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾ കഴിയുമോ? And to be the baptism with the baptism that I baptize with? ഞാൻ എടുക്കുന്ന സ്നാനം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുമോ? What is a cup?
എന്താകുന്നു ആ പാനപാത്രം? It is a cup of suffering. അത് ആ കഷ്ടം അനുഭവിക്കുന്ന Or പാനപാത്രമാകുന്നു. it is a cup when we drink in our heart or within us, we feel. നാം ആ പാനപാത്രം കുടിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന പോലെ നമുക്ക് Baptism തോന്നും. means outward. സ്നാനം പുറമേയുള്ളതാകുന്നു. So we have to go through mental agony and agony in our body. നാം മാനസികമായ പിരിമുറുക്കത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള കഷ്ടത്തിലൂടെ കടന്നു പോകണം. That is kept for everyone. അത് എല്ലാവർക്കും വെച്ചിരിക്കുന്നു. And those who are called into throne of God. സിംഹാസനത്തിലേക്ക് വിളിച്ചവർക്ക് സകലർക്കും Sooner or വെച്ചിരിക്കുന്നു. later it will come. അത് എപ്പോഴും വേണമെങ്കിലും കടന്നു വരാം. But by the grace of God we can overcome. എങ്കിലുമോ ദൈവത്തിന്റെ കൃപയാൽ നമുക്കത് That അതിജീവിക്കുവാൻ സാധിക്കും. anointing is there. ആ അഭിഷേകം അവിടെ ഉണ്ട്. Don't fear about suffering. നിങ്ങൾ ആ കഷ്ടത്തെ പറ്റി പേടിക്കേണ്ട. And when we hear suffering, immediately our mind rejects it. നാം കഷ്ടത്തെ പറ്റി കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിനെ ത്യജിച്ചു കളയും. Peter said, it should not come to you. പത്രോസ് പ്രകാരം പറഞ്ഞു, അത് നിനക്ക് സംഭവിക്കരുതേ. We are not better than Peter. നാം പത്രോസിനേക്കാൾ മേന്മയുള്ളവരല്ലോ. And we think it should not happen to any one of the family members, any one of the church, and anyone. നാം ഇപ്രകാരം ചിന്തിക്കും, നമുക്ക് ആർക്കും നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സഭയിലോ ഉള്ളവർക്ക് ആർക്കും അപ്രകാരം ആ കഷ്ടം കടന്നു വരുന്നതെന്ന് നാം ചിന്തിക്കും. That is nature. We are human beings. അത് നാം മനുഷ്യരാകുന്നു, നമ്മുടെ നേച്ചറാകുന്നു. And that is what it is written in the word of God. അതാകുന്നു ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. But dear child of God, എങ്കിലുമോ പ്രിയ ദൈവവേദലേ, like a cup we have to drink. നമുക്ക് പാനപാത്രം പോലെ അത് കുടിക്കണം. And like a baptism we have to take. നാം ആ സ്നാനം എടുക്കുന്ന പോലെ അത് എടുക്കണം. But there is anointing. അതും ഒരു അഭിഷേകമാകുന്നു. But there is an anointing to overcome. എങ്കിലുമോ അതിനെ ജയിക്കുവാൻ തക്കവണ്ണം ഒരു അഭിഷേകമുണ്ട്. That is given as a gift, word of God says. അതും ഒരു വരമായി തന്നിരിക്കും തിരുവചനം പറയുന്നു. In Philippians chapter 1:29 when we read, ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 29-ാം വാക്യം unto വായിക്കുമ്പോൾ, you it is given in the behalf of Christ not only believe on his name but also to suffer for his sake. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. Yet not only to believe on him but also to suffer for his sake. ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിക്കുവാനും കൂടെ. Yet as a gift it is given. അതൊരു വരമായി നൽകപ്പെട്ടിരിക്കുന്നു. Through the anointing. അത് അഭിഷേകത്താൽ നൽകപ്പെട്ടിരിക്കുന്നു. And by that we can overcome. അതിനാൽ നമുക്ക് ജയം കൊള്ളുവാൻ സാധിക്കും. And these disciples, those who rejected suffering once. യേശുവിന്റെ ശിഷ്യന്മാർ അവർ ഒരിക്കൽ ഈ കഷ്ടത്തെ അവർ നിരസിച്ചിരുന്നു. But when they threatened by counsel, ന്യായാധിപന്മാർ അവരെ വെല്ലുവിളിച്ചപ്പോൾ they rejoiced. അവർ സന്തോഷിച്ചു. They were beaten. അവരെ അവരെ വെല്ലുവിളിച്ചു. They were strictly told unto them, അവരോട് കർശനമായി പറഞ്ഞു, you should not preach in this name. ഈ നാമത്തിൽ നിങ്ങൾ പ്രസംഗിക്കരുത്. You should not take this name hereafter. ഇവിടെ ഇനിയും നിങ്ങൾ ഈ നാമം നിങ്ങളുടെ നാവിൽ മേൽ എടുക്കരുത്. And they departed from the presence of the council. അവിടെ നിന്നും അവർ കടന്നുപോയി. And rejoicing that they were counted worthy to suffer shame for his name. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ തെരഞ്ഞെടുക്കുന്നതിനാൽ അവർ സന്തോഷിച്ചു. When they went, they danced and went. അവർ അവിടുന്ന് കടന്നുപോയപ്പോൾ അവർ സന്തോഷത്തോടെ കടന്നുപോയി. And what they said? അവരെന്താകുന്നു പറഞ്ഞത്? We are worthy to suffer for his name. ഞങ്ങൾ അവന്റെ നാമത്തിനായി കഷ്ടം അനുഭവിപ്പാൻ ഞങ്ങൾ യോഗ്യരായി എണ്ണി. Why? എന്തുകൊണ്ടാകുന്നു? They had that anointing to suffer for his name. അവർക്ക് അവന്റെ നാമത്തിനായി കഷ്ടം അനുഭവിപ്പാൻ തക്കോണം അഭിഷേകം ലഭിച്ചിരുന്നു. We need that grace. നമുക്ക് ആ കൃപ ആവശ്യമായിരിക്കുന്നു. We lost it or we just rejected that fire. ഒരുപക്ഷെ നമുക്ക് അത് നഷ്ടമായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ ആ തീയെ നിരസിച്ചിരിക്കാം. When I was youth, ഞാൻ എന്റെ യൗവന പ്രായത്തിൽ we went for distributing notice to a particular village. ഒരു പ്രത്യേക ഗ്രാമത്തിൽ നോട്ടീസ് കൊടുക്കുവാനായി ഞങ്ങൾ കടന്നുപോയി. And we know that it was totally given to Roman Catholic. അവിടെ റോമൻ കാത്തലിക് വിഭാഗത്തിൽപ്പെട്ടവർക്കാകുന്നു കൊടുക്കും. ഞങ്ങൾ അറിയാവുന്നു അവിടെ മീൻ പിടിക്കുന്നവരുണ്ടായിരുന്നു. And so full of fishes. അവിടെ മുക്കുവന്മാരായിരുന്നു ഉള്ളത്. And they told, don't get down from your car. നിങ്ങളുടെ കാറിൽ നിന്ന് നിങ്ങൾ വെളിയിൽ ഇറങ്ങരുതെന്ന് അവർ പറഞ്ഞു. Sit in car and distributed notice. കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു. So I sat in one side. ഞാൻ ഒരു സൈഡിലിരുന്നു. And all the four we were distributing. ഞങ്ങൾ 4 പേരും ആ ട്രാക്ട് കൊടുത്തുകൊണ്ടേയിരുന്നു. One man came. ഒരു മനുഷ്യൻ കടന്നു വന്നു. And just near my door. എന്റെ ഡോറിന്റെ അടുത്തേക്ക് കടന്നു വന്നു. And he pulled entire notice from my hand. എന്റെ കയ്യിൽ നിന്ന് ആ നോട്ടീസ് മൊത്തമായി പിടിച്ചു വാങ്ങിച്ച് And gave a slap. ഒരു അടി വെച്ചു വന്നു. Yeah. He missed it. എനിക്കത് കൊണ്ടില്ല. But it hit the car. അത് കാറിനായിരുന്നു അടി. It was a heavy blow. അത് വളരെ ശക്തിയേറിയ ഒരു അടിയായിരുന്നു. Immediately the driver took that car little faster. പെട്ടെന്ന് തന്നെ ആ കാർ ഓടിച്ചെന്നാൽ മുന്നോട്ട് കടന്നുപോയി. He shouted and screaming and coming behind. താൻ വളരെ ഒച്ചയെടുത്ത് ആക്രോശിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ കടന്നു വന്നു. That night I had a great pain. Why God, a slap did not come into my body. എനിക്ക് ആ രാത്രി കാലം ഇപ്രകാരം വളരെ ഭാരമുണ്ടായി. എന്തുകൊണ്ടാകുന്നു അടി എനിക്ക് ഏൽക്കാഞ്ഞത്? And if I got a slap, how good it would be. ആ ഒരു അടി എനിക്ക് ഏറ്റിരുന്നെങ്കിൽ അത് എത്ര നല്ലതായിരുന്നു. It would be terrible because he's a fisherman. താനൊരു മുക്കുവനായിരുന്നത്. ആ അടിയേറ്റിരുന്നെങ്കിൽ വളരെ ഭാരമുള്ളതായിരുന്നു. Just a big
banging noise. അത് വളരെ ശബ്ദമേറിയ അടിയായിരുന്നു. But within me, that pain was there. എങ്കിലും എന്റെ ഉള്ളിൽ അപ്രകാരം ഒരു At least I വേദന could suffer a little bit. എനിക്ക് കർത്താവിന് വേണ്ടി അല്പമെങ്കിലും കഷ്ടം സഹിക്കുവാൻ കഴിയുമല്ലോ. But now that desire is not there. Sorry. ഇപ്പോൾ എനിക്ക് അപ്രകാരമുള്ള ആഗ്രഹം കാണപ്പെടുന്നില്ല. Let God forgive our mistake. ദൈവം നമ്മുടെ കുറവുകളെ Let ക്ഷമിക്കട്ടെ. us close our eyes. നമുക്ക് നമ്മുടെ കണ്ണുകളെ God അടയ്ക്കാം. has given fire from His throne. കർത്താവ് തന്റെ സിംഹാസനം നമുക്ക് അഗ്നി നൽകി From his തന്നിരിക്കുന്നു. heart. തന്റെ ഹൃദയത്തിൽ നിന്നും It is out of love He has anointed us. തന്റെ സ്നേഹത്തിൽ നിന്നാകുന്നു അവൻ നമ്മെ അഭിഷേകം ചെയ്തത്. An anointing of love He has given. സ്നേഹത്തിന്റെ അഭിഷേകം അവൻ നമുക്ക് നൽകി തന്നു. Anointed us by His Spirit. തന്റെ ആത്മാവിനാൽ അവൻ നമ്മെ അഭിഷേകം ചെയ്തു. Anointed by fire. താൻ അഗ്നിയാൽ അഭിഷേകം ചെയ്തു. Anointed by His glory. തന്റെ തേജസ്സിനാൽ അവൻ നമ്മെ അഭിഷേകം ചെയ്തു. Anointed to suffer for His name. തന്റെ നാമത്തിനായി കഷ്ടമനുഭവിപ്പാൻ കൊണ്ട് അവൻ നമ്മെ അഭിഷേകം ചെയ്തു. And that shows we are in the path of to become overcomers. നാം ജയാളികളായി തീരുവാനുള്ള പാതയിലാകുന്നു അത് കാണിക്കുന്നത്. Let us all surrender ourselves. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. Continuously grow in newness and to prepare ourselves for the coming of the Lord. തുടർച്ചയായി പുതുക്കത്തിൽ നടക്കുവാനും കർത്താവിന് മുന്നേ ഒരുങ്ങുവാനും ഗുണം കർത്താവ് നമ്മെ May the Lord സഹായിക്കുമാറാകട്ടെ. help us. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. Make us a flame of fire, burning and shining for you. Join all our hearts together, Lord, with your power and you. Baptize us with the Holy Ghost. Come, fill us till we overflow. Quicken revive us, in love unite us. May God be wait for you. Baptize us with the Holy Ghost. Come, fill us till we overflow. Quicken revive us, in love unite us. May God be wait on you. As a flame of Fire, burning and shining for you. Join all our hearts together, Lord, with your power and you. Baptize us with the Holy Ghost. come fill us till we overflow. Quicken revive us, in love unite us. May God be wait on you. Baptize us with the Holy Ghost. Come, fill us till we overflow. We can revive us, in love unite us. May God be wait on you. Baptize us with the Holy Ghost. Come, fill us till we overflow. We can revive us, in love unite us. May God be wait on you. Baptize us with the Holy Ghost. Come, fill us till we overflow. We can revive us, In love united, may God be wait on you. In love, revive us, in love unite us. May God be wait on you. We can revive us, in love unite us. May God be wait on you. Dear child of God, പ്രിയാദൈവത്തിലെ out of fire, these 4 living creatures came. ആ തീയിൽ നിന്നും ഈ 4 ജീവികൾ കടന്നു വന്നു. And the beginning is from fire. അതിന്റെ തുടക്കം തീയിൽ നിന്നാകുന്നു. And it is from New Jerusalem and Zion. അത് പുതിയ യെരൂശലേമിൽ നിന്നും സിയോനിൽ നിന്നുമാകുന്നു Because കടന്നു വന്നത്. fire, it is in Zion, furnace in Jerusalem. എന്തുകൊണ്ടെന്നാൽ ഈ സിയോനിൽ നിന്നും അഗ്നിയും യെരൂശലേമിൽ തീച്ചൂളയുമുണ്ട്. Because you have to inherit New Jerusalem and Zion. എന്തുകൊണ്ടെന്നാൽ നാം സിയോനും പുതിയ യെരൂശലേമും അവകാശികളാക്കേണ്ടതാകുന്നു. That anointing, all the qualities to make us New Jerusalem in Zion, make us to inherit New Jerusalem and Zion is there. ആ അഭിഷേകത്തിന്റെ എല്ലാ കാര്യങ്ങളും നമ്മെ പുതിയ യെരൂശലേമും സിയോനുമായി ആക്കുവാൻ തക്കോണം അത് He യോഗ്യരാക്കി anointed with His love, അവൻ തന്റെ സ്നേഹത്താൽ നമ്മെ anointed അഭിഷേകം with His ചെയ്തു. Spirit, അവൻ തന്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം anointed ചെയ്തു. with His fire, അവന്റെ അഗ്നിയാൽ അവൻ നമ്മെ അഭിഷേകം anointed with ചെയ്തു. His glory, അവന്റെ തേജസ്സാൽ നമ്മെ അഭിഷേകം ചെയ്തു. anointed us to suffer for Christ. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുവാൻ നമ്മെ അഭിഷേകം ചെയ്തു. Anyhow, He make us conquerors. He has anointed us. അവൻ നമ്മെ ജയാളികളാക്കി മാറ്റുവാൻ തക്കോണം It അഭിഷേകം has ചെയ്തു. come from Zion. അത് സിയോനിൽ It നിന്നാകുന്നു has കടന്നു come വന്നു. from Jerusalem.
അത് യെരൂശലേമിൽ നിന്ന് കടന്നു വന്നു. Dear child of God, believe that power. പ്രിയ ദൈവത്തിലെ ആ ശക്തിയെ വിശ്വസിക്കുക. power. ദൈവത്തിന്റെ ശക്തിയിൽ നിറയുക. Rejoice in that power. ആ ശക്തിയിൽ That സന്തോഷിക്കുക. power will transform you. ആ ശക്തി നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. Help you to be an overcomer. അത് നിങ്ങളെ ജയാളികളാക്കി മാറ്റും. In faith, in love, in holiness, in suffering, it will make you overcomer. സ്നേഹത്തിൽ വിശുദ്ധിയിൽ കഷ്ടം അനുഭവിക്കുന്നതിൽ നിങ്ങളെ ജയാളികളാക്കി തീർക്കും. Amen. Praise the Lord, 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 praise the Lord. We are not an ordinary person. നാം ഒരു സാധാരണക്കാരല്ല. Our birth is in fire. നമ്മുടെ പ്രവൃത്തി തീയിലാകുന്നു. From there we started brewing. നാം തീയിലാകുന്നു ജനിച്ചത്. അവിടുന്ന് വളരുന്നത്. No other heat will quench us. അതിനാൽ മറ്റു തീ നമ്മെ കെടുത്തിക്കളയില്ല. No other power can destroy us. മറ്റൊരു ശക്തിക്ക് നമ്മെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. Dear child of God, പ്രിയ ദൈവവേദിലേ, and within us and around us that holy fire is there. Father, let's all praise him. നമുക്കുള്ളിലും നമുക്ക് ചുറ്റും ആ വിശുദ്ധ തീ കാണപ്പെടുന്നതിനാൽ നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, 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 praise the Lord. Unto everyone God must reveal this truth that they may get forward in spiritual life boldly. Father, let's all praise him. ആത്മീക ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നേറി പോകുവാനായി കർത്താവ് എല്ലാവർക്കും ഈ വെളിപ്പാട് വെളിപ്പെടുത്തി കൊടുക്കുവാനായി നമുക്ക് ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Giving all glory, honor and praise to triune God, and triune God only shall we all praise him. സകല സ്തുതിയും മാനവും മഹത്വവും ത്രിയേക ദൈവത്തിന് മാത്രം കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. പരിശുദ്ധനായ ദൈവമേ, നല്ല പിതാവേ, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ സമയങ്ങളിലെല്ലാം കർത്താവ് ഞങ്ങളോട് കൂടിയിരുന്നു. ഈ സന്ധ്യാസമയം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനോട് നിങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ദൈവസന്നിധിയിൽ കടന്നതിനാൽ കർത്താവ് അധികമായ അനുഗ്രഹങ്ങളെ പ്രായപ്പാനോട് നിങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം. ആത്മാവിൽ പാടുവാൻ, കർത്താവിൽ സന്തോഷിപ്പാനും ബലപ്പെടുവാനോട് നിങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ഉപനിധിയായിരിക്കാലും അവിടെ നിങ്ങളെ അന്തിമരെ സൂക്ഷിപ്പാൻ ശക്തനായിരിക്കാലും സ്തോത്രം. ഞങ്ങൾ ദേഹി ആത്മാവിനെ ഓരോ നിമിഷം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നേറി പോകാൻ കൊണ്ട് ദൈവം സഹായിക്കണം. അവിടെ നിങ്ങൾ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കില്ല എന്ന് വാഗ്ദത്തം ദൈവമായിരിക്കും. സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. തുടർന്ന് ഓരോരുത്തർക്ക് ആവശ്യമായ നന്മകളെ നൽകി കൊടുത്ത് ജയത്തോടെ നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആളുകൾ ദൈവത്തിന്റെ വചനം പഠിക്കുവാനുള്ള താല്പര്യ ഉത്സാഹം എല്ലാവർക്കും നൽകി കൊടുക്കണം. എല്ലാവരെയും ദൈവാത്മീയത്തിൽ ശ്രേഷ്ഠമായി അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സന്ധ്യാസം വചനത്തിന്റെ ആഴമേറിയ സത്യത്തെ കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്ന പഴയത് കഴിഞ്ഞുവെന്ന് കർത്താവിന്റെ വചനപ്രകാരം കർത്താവ് ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി തീർത്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്ര. പുതിയ സൃഷ്ടികളായി തീർന്ന് ഞങ്ങൾ ഓരോ നിമിഷവും കർത്താവെ ആ പൂർണ്ണതയിലേക്ക് വളരുവാൻ തക്കനോട് നിങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പിതാവായ ദൈവത്താൽ ജനിപ്പാൻ, പരിശുദ്ധാത്മാവിനാൽ ജനിക്കുവാൻ, ദൈവസാന്നിധ്യത്തിൽ വളരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവെന്ന തീയാൽ ഞങ്ങൾ കർത്താവ് ജനനം നൽകി തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ഈ സ്നേഹം ഞങ്ങളെ കർത്താവിന് വേണ്ടി നിർബന്ധിക്കുന്നതായിരിക്കാൽ സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിലൂടെ ഈ തീ ഞങ്ങളിലേക്ക് അയക്കുന്നതിനാൽ സ്തോത്രം. ഞങ്ങളുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ കത്തിക്കൊണ്ടിരിപ്പാൻ തക്കണം ദൈവം സഹായിക്കണമേ. ആത്മാവിനാൽ കർത്താവ് ഞങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. തേജസ്സിന്റെ അഭിഷേകത്താൽ കർത്താവിന്റെ തീ ഞങ്ങളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഈ അഭിഷേകം ഞങ്ങൾ കർത്താവിന് വേണ്ടി കഷ്ടസഹിപ്പാൻ സഹായിക്കുന്നതായിരിക്കാൽ സ്തോത്രം. ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അജ്ഞാനം നിറഞ്ഞ് ജീവിച്ച് ആ പൂർണ്ണതയെ പ്രായപ്പാൻ കൊണ്ട് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവം ഞങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിക്കും. വരുവനായിട്ട് ഒരിക്കൽ കാത്തുകൊള്ളും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Praise the Lord, praise the Lord, praise the Lord, praise the Lord, praise the Lord. Now may the grace of the Lord Jesus Christ, love of Father, and the sweet fellowship of the Holy Spirit rest and abide with us all, now and until Jesus Christ returns in his glory. Hallelujah. 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 Praise the Lord. May God bless you. Praise the Lord.
Praise the Lord, praise the Lord. How are you?